നരേന്ദ്രമോദി അത്ര പുണ്യവാനാണോ? അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ മഹാരാഷ്ട്രയിൽ പ്രചാരകനാണ്. അന്ന് ഗുജറാത്ത് കലാപം നടക്കുന്നു. ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ ചുട്ടുചാമ്പലാക്കിയ സ്വയം സേവകർക്ക് അന്തേരി കാര്യാലയത്തിൽ സ്വീകരണം കൊടുത്തവരിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കണം. ഈ നാട്ടിലെ RSSകാർ കേൾക്കണം. 7 സ്വയം സേവകന്മാർ ഒരു ഗ്രൂപ്പായി ഗാന്ധിജി ജനിച്ച പോർബന്ദറിനടുത്ത് ഒരു വീട്ടിൽ കയറി. ഗണപതിന്റെ ചിത്രമുള്ള വീട് വെള്ളം കുടിക്കാൻ കയറിയതാ. വാതിൽ മുട്ടിയപ്പോ തുറന്നു വന്നത് ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ. കാരണം മുന്നേ താമസിച്ചത് ഹിന്ദു കുടുംബ. അപ്പോ ഇവര് താമസിച്ചപ്പോ ഗണപതിന്റെ ഫോട്ടോ കളഞ്ഞില്ല, അവിടെ തന്നെ വെച്ചു. ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ. വെള്ളം വേണമെന്ന് പറഞ്ഞു സ്വയം സേവകന്മാർ. ഈ ഉമ്മ പൂർണ്ണ ഗർഭിണിയല്ലേ, പതുക്കെ നടന്ന് അടുക്കളയിൽ ചെന്ന് ഒരു വലിയൊരു പ്ലേറ്റിൽ 7 ഗ്ലാസ് വെള്ളവുമായി തിരിച്ചു വരുമ്പോ ഈ സ്വയം സേവകർക്കൊരു ഫോൺ കോൾ. എന്താ ഫോൺ കോൾ? സ്ത്രീകളെയും കുട്ടികളെയും കണ്ടാൽ വെറുതെ വിടാൻ പാടില്ല. ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ആ പൂർണ്ണ ഗർഭിണിയായ ഉമ്മയെ ഇവർ കസേരയിൽ കെട്ടിയിട്ടു. എന്നിട്ട് കൊണ്ടുവന്ന തൃശൂലമെടുത്ത് ആ പൂർണ്ണ ഗർഭിണിയുടെ നിറവയറിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കി ഒരു തിരിതിരിച്ച് പുറത്തേക്കെടുത്തു. രക്തം പൊട്ടിയൊലിച്ച് തൽക്ഷണം ആ ഉമ്മ അവിടെ മരിച്ചു വീണു. എന്താ ഉമ്മ ചെയ്ത തെറ്റ്? ഒരു ഇസ്ലാമായി പോയി. ആ തൃശൂലത്തിന്റെ മുനമ്പിൽ ആ ഉമ്മയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഭ്രൂണമുണ്ടായിരുന്നു. മറ്റൊരു വീട്ടിൽ കടന്നു ചെന്നപ്പോ അവിടെ ഒരു ഉമ്മ മുറ്റമടിക്കുന്നു. 4 കുട്ടികളും ചുറ്റും കളിക്കുന്നു. വന്ദേ മാതരവും ഓം കാളിയും വിളിച്ചു വരുന്ന ഈ കലാപകാരികളെ കണ്ട് ഈ കുട്ടികൾ അകത്ത് കട്ടിലിനടിയിൽ പോയി ഒളിച്ചു. തട്ടം മാറ്റി തലമുടി പിടിച്ച് വലിച്ചടിച്ച് ഈ ഉമ്മയെ ഒരു റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. ഈ കട്ടിലിനടിയിൽ കിടക്കുന്ന 4 കുട്ടികളെയും ഇവർ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് എടുത്തു. അതിലൊരു കുട്ടി മാത്രം നിലവിളിക്കുന്നില്ല, പൊട്ടിക്കരയുന്നില്ല. എന്താ കാരണം? ആ കുട്ടിക്ക് ജന്മന സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുട്ടിയാ. ആ 4 കുട്ടികളെയും വീടിന്റെ അടുത്തുള്ള സെപ്റ്റി ടാങ്ക് കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന് ആ സെപ്റ്റി ടാങ്കിലിട്ട് മൂടി ആ 4 കുട്ടികളെയും. ആ 4 കുട്ടികളും ശ്വാസം മുട്ടിയിട്ടല്ലേ മരിച്ചിട്ടുണ്ടാകുക? ആ ഉമ്മയെ വാതിൽ തുറന്ന് 7 പേരും മാറി മാറി ബലാത്സംഗം ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്ന പെട്രോൾ ആ ഉമ്മയുടെ തലയിൽ ഒഴിച്ചിട്ട് പറഞ്ഞു, ഇനിയൊരു കുട്ടിക്ക് ജന്മം നൽകാൻ നിനക്ക് കഴിയാതെ പോവട്ടെ എന്ന് പറഞ്ഞ് പച്ചക്ക് കത്തിച്ചു ആ ഉമ്മയെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അന്ന് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. മറ്റൊരു വീട്ടിൽ കടന്നു ചെന്നപ്പോ ഒരു വൃദ്ധയായ ഒരു ഉമ്മ, നരേന്ദ്രമോദിയുടെ അമ്മയുടെ പ്രായമുള്ള ഒരു ഉമ്മ, തനിച്ച് വീട്ടിൽ വാതിൽ തുറന്ന് സ്വയം സേവകന്മാർ പറഞ്ഞു, ഇവിടുത്തെ സമ്പാദ്യങ്ങളൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല, എന്റെ മകൻ ജോലിക്ക് പോയിരിക്കുക. നിങ്ങൾ ആരാണ്? എന്തിനാണ് വന്നത്? എന്തിനു വന്നു? ഈ ഉമ്മയെ ഇവർ ബലമായി പിടിച്ച് ജനലിൽ ഇങ്ങനെ കെട്ടിയിട്ടു. ഉമ്മക്കാകെ ഭയന്ന് ഉമ്മ പറഞ്ഞു, എനിക്ക് വെള്ളം വേണം, എനിക്ക് വെള്ളം തരൂ എന്ന് പറഞ്ഞപ്പോ ഇവരെന്താ ചെയ്തെന്നറിയോ? RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ചുരിക, എസ്സാകൃതിയിലുള്ള കത്തി. അതിന്റെ പ്രത്യേകത ഇരുതല മൂർച്ചയുള്ള കത്തിയാണ്. അതിങ്ങനെ കുത്തി ഒരു തിരിതിരിച്ച് പുറത്തേക്കെടുത്താൽ ഓപ്പറേഷൻ പോലും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള അതിക്രൂരമായ ആയുധമായ ചുരിക എടുത്ത് ഈ ഉമ്മയുടെ പ്രായമുള്ള, നരേന്ദ്രമോദിയുടെ അമ്മയുടെ പ്രായമുള്ള ഉമ്മയെ കുത്തി അതിൽ നിന്ന് ഉറ്റിറ്റ് വീഴുന്ന രക്തം ഒരു ഗ്ലാസിൽ പകർത്തി. ആ ഗ്ലാസ് ആ രക്തം കൊണ്ട് നിറഞ്ഞപ്പോ ഈ ഉമ്മയോട് പറഞ്ഞു, ഇത് കുടിച്ചോളാൻ പറഞ്ഞു.
അവസാന തുള്ളി രക്തവും താഴെ വീണ് ഉമ്മ മരിച്ചു എന്നുറപ്പാക്കിയപ്പോഴാ ആ കലാപകാരികള് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങൾ ഓർക്കുക, എന്താ ആ ഉമ്മ ചെയ്ത തെറ്റ്? ഒരു ഇസ്ലാമായി പോയി. അങ്ങനെയുള്ള RSSകാരനായ നരേന്ദ്രമോദിക്ക് മതനിരപേക്ഷതയുണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയെങ്കിൽ അത് തെറ്റ് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. എന്താ നരേന്ദ്രമോദി ഈ ഭരണത്തിൽ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇപ്പൊ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, പൗരത്വ നിയമം. നരേന്ദ്രമോദിയോട് ഒരാൾ ചോദിച്ചു, വിവരാവകാശ രേഖ പ്രകാരം ചോദിച്ചു, നരേന്ദ്രമോദിയുടെ പൗരത്വം എങ്ങനെയാ തിരിച്ചറിയാ? അപ്പൊ പറഞ്ഞു അദ്ദേഹം ജന്മനാ ഇന്ത്യക്കാരനാണെന്ന്. ജന്മനാ അന്ധൻ, ജന്മനാ മൂകൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ജന്മനാ ഇന്ത്യക്കാരനെന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. എന്താണ് അദ്ദേഹം ഈ രാജ്യത്ത് കൊടുത്ത സമൃദ്ധി? എന്താണ്? വന്നപാട് പറഞ്ഞു പശു അമ്മയാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മ ചിലപ്പോൾ പശുവായിരിക്കും, നമ്മളെ അമ്മ പശുവാണ്. ആ പശുവിന്റെ പേരിൽ മാത്രം ഈ രാജ്യത്ത് നടന്ന കലാപത്തിൽ 200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. രാജ്യം മുഴുവനും തെണ്ടി നടക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് നരേന്ദ്രമോദി മാത്രമാണ്. ഏറ്റവും കൂടുതൽ തന്തക്ക് വിളി കേട്ട ഒരു പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം. അതല്ലേ പറയുന്നത്, ചേരി ചേരാ നയത്തിന്റെ ഉപജ്ഞാതാവ് നെഹ്റു, ചേരി കാണാ നയത്തിന്റെ ഉപജ്ഞാതാവ് നരേന്ദ്രമോദി. പുള്ളിക്കാരന്റെ PAയും പ്രത്യേക സ്വഭാവക്കാരനാണെന്നാ പറയുന്നത് കേട്ടു. പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഒരു ഗ്ലോബ് ഉണ്ട് പോലും, ഒരു ഭൂമി അതിങ്ങനെ തിരിക്കും PA. അപ്പൊ നരേന്ദ്രമോദി വന്നൊരു കോമ്പസ് എടുത്ത് ഈ ഗ്ലോബിൽ ഇങ്ങനെ കൂത്തും. അത് അഫ്ഗാനിസ്ഥാനിലാണ് പോയതെങ്കിൽ പുള്ളി അപ്പം തന്നെ രാവിലെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകും. പിറ്റേ ദിവസം കുത്തുമ്പോൾ ചൈനയിലാണെങ്കിൽ ചൈനയിൽ പോകും. അതെല്ലാം കൂടി അരിപ്പ പോലെ ആയി പോലും. ഇപ്പോൾ കുത്തി ഇപ്പോൾ ഇനി കുത്താനുള്ള സ്ഥലമൊന്നും ബാക്കിയില്ല. രാജ്യം മുഴുവൻ പോയി. ഞാൻ പറയുന്നത് നമ്മളെ മഹല്ല് കമ്മിറ്റി, ഞാൻ വേണേ ഒരു 1000 രൂപ തരാം. ചൈനയിൽ പോട്ടെ, വുഹാനിൽ പോട്ടെ, ഒരു 2 ദിവസം അവിടെ നിൽക്കട്ടെ. നരേന്ദ്രമോദിയെ നമുക്കൊന്ന് വുഹാനിലേക്ക് യാത്രയയക്കാം. ചൈനയിൽ രാജ്യം രക്ഷപ്പെട്ടു പോയില്ലേ? അപ്പൊ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് സമൃദ്ധിയാണ് നരേന്ദ്രമോദി തന്നത്? നിങ്ങൾ ഈ പണം നിരോധിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ. പണം നിരോധിച്ചതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരാൾ ഞാനും നിങ്ങളും എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഇതാരെ ലക്ഷ്യമാക്കിയിട്ടാണെന്ന് അറിയുന്നത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് ഈ പണം നിരോധിച്ചത്. മനസ്സിലാക്കിയിട്ടുണ്ട്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട കച്ചവടം നടത്തുന്നത് മുസ്ലിങ്ങളാ, മുസ്ലിം സഹോദരന്മാരാ. ആ ചെറുകിട കച്ചവടത്തെ പരിപൂർണമായി നശിപ്പിക്കുവാനാണ് ഈ പണം അങ്ങ് നിരോധിച്ച് കളഞ്ഞത്. സംഭവിച്ചില്ലേ? ആരുടെ കയ്യിലെങ്കിലും പൈസയുണ്ടോ? എന്തായിരുന്നു പറഞ്ഞത്? കള്ളപ്പണം തിരികെ കൊണ്ടുവരും. ഇവർ തന്നെ നോട്ടടിച്ച് കൊടുക്കാൻ തുടങ്ങി. കൊടുങ്ങല്ലൂര് ഉള്ളിസുരുവിന്റെ നേരെ ഒരു സുഹൃത്ത്, പുള്ളിക്കാരൻ പറഞ്ഞു, മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ പുള്ളിക്കാരൻ ഒരു ചെറിയൊരു പരിപാടി നടത്തി. എന്താ? പൈസ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് അടിക്കുക. മേക്കിംഗ് ഇന്ത്യ പിടിച്ചല്ലോ. അപ്പൊ പറഞ്ഞു നരേന്ദ്രമോദിയുടെ മേക്കിംഗ് ഇന്ത്യ പദ്ധതി നടപ്പിലാക്കിയതാണ്. ഇതല്ലേ ഭരണത്തിന്റെ അവസ്ഥ? ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി RSSകാരനായ നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റൂ? ആർക്കെങ്കിലും പറയാൻ പറ്റൂ? ലോകത്തെല്ലാം രാജ്യത്തെല്ലായിടത്തും കക്കൂസ് ഉണ്ടായി കൊടുത്തു. ഭക്ഷണം കൊടുക്കാത്ത കക്കൂസ് മാത്രം ഉണ്ടായി കൊടുത്തിട്ട് എന്താ കാര്യം? ഭക്ഷണം കഴിച്ചാലല്ലേ കക്കൂസ് പോകുക, അത് കഴിക്കാണ്ടായ കക്കൂസ് പോകും. ഇപ്പൊ രാജ്യത്തെങ്ങും കക്കൂസ് ഉണ്ടായി കൊടുത്തു. കേരളത്തിൽ പൗരത്വ നിയമത്തിന് അനുകൂലമായി RSSകാർ പരിപാടി നടത്തുന്നുണ്ട്. ഞാൻ ഈ അടുത്ത് നാദാപുരത്ത് RSSകാർ ഒരു പരിപാടി നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് കാണുക. ആ പരിപാടിയിൽ സത്യം പറഞ്ഞാൽ കേൾക്കാൻ ഒരാളും 4 പട്ടികളും. പൗരത്വ നിയമത്തെ അനുകൂലിച്ചിട്ടുള്ള പരിപാടിയാ. കേരളത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? BJPന്റെ RSSന്റെ നമ്മളൊക്കെ സാധാരണ ഇപ്പൊ ഇതാ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ഇവിടെയുണ്ട്, എല്ലാ പാർട്ടിക്കാരുടെയും ആളുകൾ ഇവിടെയുണ്ട്, RSSന്റെയും BJPന്റെ ഓടിച്ചിട്ട്. എങ്ങനെയാ നമ്മൾ ജില്ലാ സെക്രട്ടറിനെയും ജില്ലാ പ്രസിഡന്റിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം അല്ലേ? പക്ഷെ BJPന്റെ എങ്ങനെയാണെന്ന് അറിയുന്നത്?
BJPന്റെ ഒരു പ്രത്യേക തരത്തിൽ ഈ തവണ മത്സരം ഭയങ്കര കടുപ്പായിരുന്നു. ശോഭാ സുരേന്ദ്രൻ, ഉള്ളി സുരു, MT രമേശ്, അങ്ങനെ ഭയങ്കര മത്സരം, കടുത്ത മത്സരമായിരുന്നു. എന്താ, എങ്ങനെയാ BJPന്റെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക? ഏറ്റവും കൂടുതൽ മണ്ടത്തരം ആരാണോ പറയുന്നത് അയാളാണ് സംസ്ഥാന പ്രസിഡന്റ്. മഞ്ഞൾ ശോഭ പറഞ്ഞു, ഞാൻ 8 സെന്റിൽ മഞ്ഞൾ കൃഷി ചെയ്ത് കോടികൾ ഉണ്ടാക്കി. അപ്പൊ ഞാൻ എന്നല്ലേ മണ്ടൻ? ഉള്ളി സുരു പറഞ്ഞു, ഞാൻ ചെടിച്ചട്ടിയിൽ കൊടി നാട്ടി. ഞാനല്ലേ മണ്ടൻ? അവസാനം തിരുമണ്ടനെ തെരഞ്ഞെടുത്തു, സംസ്ഥാന പ്രസിഡന്റായി ഉള്ളി സുരു അല്ലേ? ഞാൻ പറയുന്നത് അതിനേക്കാളും അർഹതയുള്ള ഒരാൾ നമ്മളെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ആരാന്നറിയുന്നത്? നമ്മുടെ ഗവർണർ ആരിഫ് ഖാൻ. പുള്ളിക്ക് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ ഏറ്റവും അർഹതയുള്ള ഒരാൾ. ഇവരെക്കാളും പൊട്ടനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെല്ലാം വിടുവായത്തങ്ങളായി ഇവർ പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സദസ്സിൽ വെച്ച് പറയുന്നു, ഈ ലോകത്താദ്യമായി പ്ലാസ്റ്റിക് സർജറി നടത്തിയത് ഇന്ത്യയിലാണെന്ന്. എങ്ങനെയാണെന്നറിയുന്നത്? ആനേന്റെ കഴുത്തറുത്തിട്ട് തലയറുത്തിട്ട് ഗണപതിക്ക് വെച്ചതാണ് പോലും ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെയുള്ള കൂട്ടർ ഈ രാജ്യം ഭരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ പറഞ്ഞു തരേണ്ടതുണ്ട്. അതല്ലേ നടക്കുന്നു? ഇവിടെ എന്തെങ്കിലും ഒരു വികസനം നടക്കുന്നുണ്ടോ? പൗരത്വ നിയമം ലോകസഭയിലും രാജ്യസഭയിലും പാസാക്കിയപ്പോൾ ആദ്യമായി ഒരേലയോളം വലിപ്പമുള്ള ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ നിയമം ഈ കേരളത്തിൽ നടപ്പിലാവില്ല. അതിലെല്ലാ പ്രതിപക്ഷങ്ങളുമെല്ലാം അതിനൊറ്റക്കെട്ടായി നിന്ന് ആ നിയമത്തെ എതിർത്തു. ഈ കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി കേരളം ഒരു പ്രമേയം പാസാക്കി. ആർജവത്തോടെ നിന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ. സുപ്രീം കോടതിയിൽ കേസും കൊടുത്തു. ഇതല്ലേ? അപ്പോ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അങ്ങനെയുള്ള എത്രയോ പ്രതിഭാധനരായ ആളുകൾ അവർ കാണിച്ച വഴികളിലൂടെയല്ലേ കേരളം യാത്ര ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിൽ ദൈവത്തെക്കുറിച്ച് സമർപ്പിക്കുന്നത് എന്താണ്? ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നാ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം എന്നില സ്പന്ദമാവണം. അടുത്ത വരി എന്താ? അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആരാണോ ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നത്. ഞാനൊക്കെ പലപ്പോഴും നോമ്പുകാലങ്ങളിൽ, പണ്ടൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു നോമ്പുകാലങ്ങളിലോട്. പക്ഷെ ഇപ്പൊ നോമ്പുകാലങ്ങളിലൊക്കെ ദാനം കൊടുക്കുന്ന ഒരുപാട് വീടുകൾ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക. അവനാണ് ദൈവമെങ്കിൽ ശരിക്കും ആലോചിച്ചു നോക്കുക. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ വ്രതമാസം ഉണ്ടല്ലോ, ആ വ്രതമാസത്തിലാണ് ഏറ്റവും കൂടുതൽ സാമൂഹിക സമരസത നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. നിരാലംബർക്ക്, രോഗികൾക്ക് കൈത്താങ്ങുന്ന ഒരു സംസ്കാരം. ആ ഇസ്ലാം സംസ്കാരത്തെയാണ് ഇവിടെ നിന്ന് നാട്ടിയോടിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനൊക്കെ ബാലഗോകുലത്തിലൂടെ വന്ന ആളാണ്. വളരെ ചെറുപ്പത്തിൽ നിങ്ങൾ RSS എങ്ങനെ വളരുന്നു എന്ന് പഠിക്കണം. സുബഹു അങ്ങനെ വന്നതാളാണ്. ബാലഗോകുലത്തിൽ ഞാനൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ തലയിൽ ഒരു തുളസി മാല ചാർത്തിയിട്ടാണ് ബാലഗോകുലം ആരംഭിക്കുക. ആ ബാലഗോകുലത്തിന് നല്ല പാട്ടൊക്കെ ഉണ്ടാവും. കരുണാമുരളീധാര മനസ്സി നിറയ്ക്കുക കണ്ണ, കരുണാമുരളീധാര ഗോകുലമണിയും മണിയും നീയേ, ഗോപികാഹൃതി നിനവും നീയേ,
വൃന്ദാരണ്യ പൂക്കളിൽ നിറവും മണവും മധുവും നീയേ. നല്ല പാട്ടാ. എന്താ ബാലഗോകുലത്തിന്റെ രണ്ടാമത്തെ പാട്ടെന്താ? അതാണ് പാട്ട്. എന്താ പാട്ട്? കന്യാകുമാരി കടൽ തിരമാലകൾ മണ്ണിൽ കുറിക്കുന്നതെന്താണ്? നമ്മുടെ ഭാരതമെന്നാണ്, അതിൽ നമ്മളെല്ലാവരും ഒന്നാണ്. അടുത്ത വരി എന്താ? കാശ്മീരിൽ കുങ്കുമപ്പൂവനങ്ങൾ കാറ്റിൽ പകർത്തുന്നതെന്താണ്? ഹിന്ദുസ്ഥാനമിതെന്നാണ്, അതിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ഇതെന്താണ്? ഹിന്ദുസ്ഥാനാണ്. എങ്ങനെയുള്ള ഹിന്ദുസ്ഥാൻ? മുസ്ലിങ്ങളില്ലാതെ, ക്രിസ്ത്യാനികളില്ലാതെ, കമ്മ്യൂണിസ്റ്റ് ഇല്ലാതെ ഒരു ഹിന്ദു രാഷ്ട്രമാകണം ഇത് എന്ന് ബാലഗോകുലത്തിൽ തന്നെ പഠിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ അട്ടപ്പാടിയിൽ ദീർഘകാലം പ്രചാരകനായിരുന്നു. അവിടെ RSSന്റെ ഒരു ശാരീരിക് പ്രമുഖുണ്ട്, ഗോയിനട്ട് എന്ന് പറഞ്ഞാൽ വേലിൽ നാലത്തടിച്ചൊരു ഊശാൻ മീശയെല്ലാം വെച്ചിട്ട് ഗോയിനട്ടിനെ കുറിച്ച് സാധാരണ പറയാ 100 ആൾക്ക് ഒരു ഗോയിന എന്നാ പറയാ. ഗോയിനാട്ടൻ നടക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ടെല്ലാം മാറി നിൽക്കും. അട്ടപ്പാടിയിൽ ഭയങ്കര പേടിയാ എല്ലാവർക്കും ഗോയിനാട്ടനെ, പോലീസുകാർക്ക് പോലും പേടിയാ. അപ്പോൾ ഒരു ദിവസം ഗോയിനാട്ടൻ എന്നോട് പറഞ്ഞു, കള്ളമലയിൽ ക്രൈസ്തവ മതപരിവർത്തനം നടക്കുന്നുണ്ട്, അങ്ങനെ അവിടെ ചെന്ന് ഒരു പ്രസംഗം നടത്തണം. ഞാൻ പറഞ്ഞു, ഗോയിനട്ട, ഒന്നാമത് കള്ളമല കംപ്ലീറ്റ് ക്രൈസ്തവ കുടുംബങ്ങളാണ്, അവിടെ പോയി പ്രസംഗിച്ചാൽ ജീവൻ പോലും ഉണ്ടാവില്ല. എന്നോട് പറഞ്ഞു, ഗോയിന്ന ഞാനില്ലേ, 100 ആൾക്ക് ഒരു ഗോയിന്ന. അങ്ങനെയെല്ലാം കൂടി ഞാൻ കള്ളമലയിൽ ഒരു പരിപാടി, ഞാനും ഗോയിന്നേട്ടനും മാത്രം വേദിയിൽ, മുന്നിൽ മുരുകൻ കേൾവിക്കാരനായിട്ട്. മുരുകൻ മാത്രം, വേറെ ആരുമില്ല, പേടിയ എല്ലാവർക്കും. ഞാനങ്ങ് തുടങ്ങിയില്ലേ, മൈക്ക് കിട്ടിയാൽ വിടുവോ? ഞാൻ പറഞ്ഞു, കാലിത്തൊഴുത്തിലല്ലടാ യേശു ജനിച്ചെന്ന് ചോദിച്ചു. ഇതേതോ യേശു വിശ്വാസിക്ക് പിടിച്ചില്ല, ഒരു ഏറുപടക്കം ഒരൊറ്റ ഏറാ വേദിയിൽ, കംപ്ലീറ്റ് പോക. ഞാൻ ആദ്യം നോക്കിയതായിട്ട് നിറയുന്നത് പിറകിൽ ഗോയിനേട്ടനുണ്ടോന്നാ, കാണുന്നില്ല, ഗോയിനേട്ടനെ കാണുന്നില്ല. പിന്നെ ഞാനെല്ലാം കൂടി ജെറ്റ് വിട്ട പോലെ വിട്ടാടുന്നു. മുരുകൻ കാണാൻ എന്നെക്കാളും വേഗത്തിൽ ഓടിയിട്ട് എൻ്റെ അഴിഞ്ഞുപോയ മുണ്ടെടുത്ത് വന്നിട്ട് എന്നോട് പറയാ, ചേട്ടാ അടിയിലൊന്നും ഉടുക്കാണ്ടിങ്ങനെ ഓടരുത്, നാണക്കേടല്ലേ. പിറ്റേ ദിവസം ഞാൻ രാവിലെ അഗളി കാര്യാലയത്തിൽ വന്നിട്ട് നോക്കുമ്പോ ഗോയിനേട്ടൻ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു, അല്ല ഗോയിനേട്ട, ഇങ്ങളെന്തൊരു ഓട്ടാ ഓടിയേ? എന്നോട് പറഞ്ഞു, ഞാൻ ആരാ? ഗോയിനേട്ട. എൻ്റെ ദൗത്യം എന്താ? ശാരീരിക പ്രമുഖ ആയുധാഭ്യാസങ്ങൾ പഠിപ്പിക്കുക. ഞാൻ മരിച്ചാൽ വേറെ ആരെങ്കിലും ചെയ്യൂ ഇത്? അല്ലാതെ പേടിച്ചോടിയതല്ല. ഞാൻ ആദ്യത്തെ OTC കഴിഞ്ഞത് മധുരയിലാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള തിരുവേടകം വിവേകാനന്ദ കോളേജിലെ ആദ്യത്തെ OTC കഴിഞ്ഞ്. OTC എന്ന് പറഞ്ഞാൽ RSSന്റെ ഒഫീഷ്യൽ ട്രെയിനിങ്, 1 മാസത്തെ ഒരു പരിപാടിയാണ്. എങ്ങനെ മുസ്ലിങ്ങളെ കൊല്ലാം, എങ്ങനെ ക്രിസ്ത്യാനികളെ വകവരുത്താം, എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ വകവരുത്താം, ഇതൊക്കെയാ പഠിപ്പിക്കുന്നത്, പഠന വിഷയം. അതൊക്കെ പഠിച്ചയാളാ. അപ്പൊ അവിടെ നമ്മുടെ സെൻകുമാർ ഉണ്ടല്ലോ, TP സെൻകുമാർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ RSSനുണ്ട്. IPS ഓഫീസർ, അവിടുത്തെ ഒരു IPS ഓഫീസർ നമ്മളെ അന്നത്തെ ക്യാമ്പിൽ പങ്കെടുത്തു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അത് അദ്ദേഹം പറഞ്ഞൊരു വിഷയം ഇതാണ്. നമ്മളോട് പറഞ്ഞു, നിങ്ങൾ 3500ഓളം ശിക്ഷാർത്ഥികളുണ്ട്, അപ്പൊ 3500 സ്വയം സേവകന്മാരുണ്ട്. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ ഉപകാരം? മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ മുന്നിൽ മുസ്ലിങ്ങളാണ് കട നടത്തുന്നത്, അതില്ലാണ്ടാക്കണം. കാരണം എന്താണെന്നറിയോ? അത് മധുര മീനാക്ഷി അമ്മക്ക് സുഖിക്കൂല, കാരണം മുസ്ലിം അല്ലേ. അതൊന്ന് ഒഴിവാക്കി തരണം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. അന്ന് എന്താ ചെയ്തെന്നറിയങ്ങൾ? ഞാനന്ന് 10ാം ക്ലാസ് പഠിക്കുക. അന്ന് ഈ ക്യാമ്പ് കഴിയുന്നതിന്റെ തലേ ദിവസം സ്വയം സേവകരെയെല്ലാം മധുര മീനാക്ഷി ക്ഷേത്രം ദർശനം നടത്താൻ വേണ്ടി കൊണ്ടുപോയി. എങ്ങനെയാ കൊണ്ടുപോയെന്നറിയങ്ങൾ? കാക്കി ട്രൗസർ വിട്ട് ദണ്ഡയുമായിട്ടാണ് കൊണ്ടുപോയത് മധുര മീനാക്ഷി ക്ഷേത്രം കാണാൻ. അതിന്റെ തലേ ദിവസം ഞങ്ങൾക്കൊരു പ്ലാനൊക്കെ തയ്യാറാക്കി. ആ ക്ഷേത്രത്തിന്റെ കംപ്ലീറ്റ് ഒരു സ്കെച്ച് വരച്ചിട്ട് അതിൽ ഏതൊക്കെ തലങ്ങളിൽ മുസ്ലിങ്ങളായ ആളുകൾ കട നടത്തുന്നുണ്ട് എന്ന് വ്യക്തമായി സ്കെച്ചിട്ടു. എന്നിട്ടാ പരിപാടി. അപ്പൊ ആ സ്കെച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടാ പോയെ.
എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ കടയുടെയും അടുത്ത് ഇങ്ങനെ ഒന്നുമില്ലാതെ പോലെ ഇങ്ങനെ നിന്നു. ദണ്ഡ ഇങ്ങനെ ഉണ്ട്, ദണ്ഡ ഇങ്ങനെ കയ്യിൽ ഇതാ ഇങ്ങനെ ആക്കി ഇങ്ങനെ നിന്നു. ഒരു ബിസിലടി, ആദ്യത്തെ ബിസിലടിയിൽ ദണ്ഡ പ്രയോഗിക്കുവാൻ വേണ്ടി ഈ കയ്യിലുള്ള ദണ്ഡ ഇങ്ങനെ ആക്കുക. ഒന്നാമത്തെ വിസിലടിച്ചു, നമ്മളെല്ലാവരും ഇങ്ങനെ ദണ്ഡ ഇങ്ങനെയാക്കി. ആർക്കും ഒന്നും മനസ്സിലായില്ല. രണ്ടാമത്തെ വിസിലടിയിൽ വലത്തെ കൈയിൽ ദണ്ഡ വന്നു. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് ഒരു തിരുപാടുമില്ല. ഞാൻ അടക്കമുള്ള ആളുകൾ അടിച്ചു. അതിൽ ഏറ്റവും പ്രായമുള്ളത് എൻ്റെ മുന്നിലിരിക്കുന്ന വളരെ പ്രായമുള്ള ഒരു വെള്ളത്തൊപ്പിയിട്ട ഒരു വൃദ്ധൻ കൈ ഇങ്ങനെ കൂപ്പി. ഞാൻ പക്ഷെ വിട്ടില്ല. ദണ്ഡ കൊണ്ടൊരു ഒറ്റയടി തലക്ക് ബോധം കെട്ടു വീണു. അവിടെ കവർച്ച നടത്തി. അവിടത്തെ ഏതാണ്ട് 32 മുസ്ലിം കടകളും ഞാൻ അടക്കമുള്ള ആളുകൾ കവർച്ച നടത്തി. പോലീസുകാരെല്ലാവരും നോക്കി നിന്നു. ഒരാളും അനങ്ങിയില്ല. ഞങ്ങള് മധുര മീനാക്ഷി ക്ഷേത്രം ദർശനവും നടത്തിയില്ല. ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞു. അടുത്ത വണ്ടിയിൽ ഞങ്ങൾ ക്യാമ്പിലേക്ക് തിരിച്ചു വന്നു. ഇതാണ് RSS. പഠിക്കണം നമ്മൾ RSSലാണ്. ഇതാണ് RSS. ഇതാണ് ഓരോ സ്വയം സേവകരും ചിന്തിക്കുന്നത്. അവന്റെ നാഡീ ഞരമ്പുകളിൽ ഒഴുകുന്ന ചിന്തയും ലക്ഷ്യവുമെല്ലാം എന്താ? ഈ നാട്ടിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റിനെയും എങ്ങനെ വകവരുത്താം എന്നുള്ളതാണ്. അതാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ അതിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഹൃദയത്തോട് കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത്, ഹൃദന്ത സ്ഫുര തുക്ഷയാധ്യേയനിഷ്ഠ, എന്റെ ഹൃദയത്തിൽ സ്ഫുരിക്കട്ടെ ധ്യേയനിഷ്ഠ. എന്താ ധ്യേയനിഷ്ഠ? പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂത, ഈ രാജ്യം ശക്തിമത്തായ ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക. എന്താ ഹിന്ദുരാഷ്ട്രം? മുസ്ലിങ്ങളില്ലാതെ, ക്രിസ്ത്യാനികളില്ലാതെ, കമ്മ്യൂണിസ്റ്റുകാരില്ലാതെ ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ച് പുലർത്തുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും മതനിരപേക്ഷതയുണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു അവസരം ഉണ്ടാവില്ല. പക്ഷേ കാലം മാറും, കോലവും മാറും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അർജുനനോട് വ്യക്തമായൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്നത്, ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകാം. പാണ്ഡവന്മാർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. 18 അക്ഷൗഹിണിയിൽ ആകെ 7 അക്ഷൗഹിണി മാത്രമേ പാണ്ഡവർക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇതെല്ലാം കണ്ടപ്പോൾ അർജുനൻ ആകെ ഭയന്നല്ലോ. അർജുനനോട് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്ന ഒന്നാമത്തെ ശ്ലോകം എന്താണ്? ഒന്നാമത്തെ ശ്ലോകം പറയുന്നത്, ക്ലൈബ്യം മാസ്മഗമപ്പാർത്ത നൈദത്തോ ഉപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്വത്തോദിഷ്ട പരന്തപ. ഹേ മഹാധീര, ആണും പെണ്ണും കെട്ട സ്വഭാവം നീ ഒഴിവാക്കുക. നീചമായ ഹൃദയ ദുർബലതയെ വലിച്ചെറിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ ആളുകളല്ല വിജയത്തിന്റെ മാനദണ്ഡം, ധർമ്മമാണ്. യഥോ ധർമ്മസ്ഥതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് ജയമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ജയിച്ചിരിക്കും, നിങ്ങൾ പരാജയപ്പെട്ടിരിക്കും മോദിജി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഓരോ RSSകാരന്റെയും ചിന്തകളിൽ, ഇതാണ് ഓരോ RSSകാരന്റെയും ലക്ഷ്യം. ഇതാണ് ഓരോ RSSകാരനും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ശശികല, കേരളത്തിൽ ശശികലയുണ്ടല്ലോ. എന്തായിരുന്നു ശബരിമല വിഷയവുമായി ഞാൻ വേറെ കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോ എന്റെ തറവാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. കല്യാണം കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ തറവാട്ടിൽ എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അമ്മ ഈ ശശികലന്റെ പ്രസംഗം കേൾക്കുക. നിലക്കൽ വെച്ചിട്ടാ പ്രസംഗം. എന്തെന്നാ പ്രസംഗം? അമ്മ നമ്മളോട് മിണ്ടുന്നില്ല, വെള്ളം പോലും കൊടുക്കുന്നില്ല. ഞാനല്ല, എന്നെ 10-30 കൊല്ലമായി അമ്മ കാണുന്നില്ല. എന്നാ പിന്നെ ഈ പെണ്ണോ കല്യാണം കഴിച്ച് എന്തൊക്കെ കൊടുക്കണ്ടേ? അമ്മ ഇങ്ങനെ നിൽക്കുക പ്രസംഗം. കുറെ കഴിഞ്ഞപ്പോ അമ്മ ചാടി എഴുന്നേറ്റു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മയെ ചത്തോ? ചാകാനാ, നീ നോക്ക്. അപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞു, കണ്ട 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 കൃഷ്ണപ്പരുന്ത് ആകാശത്തിലൂടെ ഇങ്ങനെ വട്ടം ചുറ്റുന്ന കണ്ട, ഭഗവാൻ വിട്ടതാ. ഞാൻ പറഞ്ഞു, അമ്മ എന്തെന്നാ പറയുന്നത്? അമ്മയല്ലേ ഭാഗവതം എന്നെ പഠിപ്പിച്ചെന്ന്?
ലോകത്തില് ആര് സ്ത്രീകൾ കയറണമെന്ന് പറഞ്ഞാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തായാലും അത് പറയൂല എന്ന് അമ്മക്ക് ഉറപ്പല്ലേ? പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് സാധ്യത. ഏതാ രണ്ടാമത്തെ ഓപ്ഷൻ? എന്താ? പരുന്തിന്റെ ഭക്ഷണം എന്താ? പാമ്പല്ലേ? അപ്പൊ ഉഗ്ര വിഷമുള്ള പാമ്പ് നിലക്കൽ ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുമ്പോ ഇതിനെ റാഞ്ചാൻ വേണ്ടി വന്നതാ ശശികല, വിഷപ്പാമ്പ്. അവളുടെ ഒരൊറ്റ പ്രസംഗം കൊണ്ട കാസർഗോഡ് ഒരു കുട്ടിയെ, പിഞ്ചു കുഞ്ഞിനെ കഴുത്തറുത്തിട്ടല്ലേ കൊന്ന്, മഴുകൊണ്ട് കഴുത്തറുത്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ. എന്താ പോലീസുകാരനോട് പറഞ്ഞേ? ഞാൻ സ്ഥിരമായി ശശികലയുടെ പ്രസംഗം കേൾക്കാറുണ്ടെന്നാണ്. ഇതാണ് RSS. RSSന്റെ എല്ലാ പ്രവർത്തന പദ്ധതിയും ഈ 3 ശത്രുക്കളെ മുന്നിൽ നിർത്തി മാത്രമാണ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് സഖാബ് UK കുഞ്ഞിരാമന്റെ സ്മാരകത്തിന്റെ അടുത്ത് നിന്ന്. തലശ്ശേരി കലാപത്തിൽ നെരുവമ്പായി പള്ളി ആക്രമിക്കാൻ വേണ്ടി RSSകാർ 100-300 ആളുകൾ വന്നപ്പോ അദ്ദേഹം ഒറ്റയ്ക്ക് നിർഭയം ഒരു കപ്പക്കൊള്ളി എടുത്തിട്ട് പറഞ്ഞു, എന്നെ കൊന്നാലേ നിങ്ങൾക്ക് ഈ പള്ളി ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ കേരളത്തിൽ പള്ളിയെ സംരക്ഷിച്ചതിൽ രക്തസാക്ഷിയാകേണ്ടി വന്നവന്റെ പേര് സഖാവ് UK കുഞ്ഞിരാമൻ എന്നാണ്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ അടുത്താണ് എന്റെ വീട്. ഇവിടെ മുന്നേറ്റങ്ങളുടെ സമരോജ്വലമായ ഇതിഹാസങ്ങൾ വരച്ചു ചേർത്ത നാടാണ് ഈ കേരളം. ഈ കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഈ പൗരത്വ നിയമത്തിന് എതിരായി. അത് കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും CPIM ആയാലും CPI ആയാലും എല്ലാ പ്രസ്ഥാനങ്ങളും ഈ നരാധമത്വത്തിനെതിരായി, ഈ രാക്ഷസീയതയ്ക്കെതിരായി ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാലഘട്ടമാണിത്. ഇവിടെ ഈ പോരാട്ടങ്ങൾക്ക് അവസാനം കൊടുക്കാൻ പാടില്ല. ഈ മുന്നേറ്റങ്ങൾ ഒരിക്കലും നിലക്കാൻ പാടില്ല. കാരണം ഓരോ സ്വയം സേവകനും ഉണർന്നെഴുന്നേൽക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ വംശശുദ്ധി വരുത്തുക എങ്ങനെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. എങ്കിൽ ഈ രാജ്യത്തെ ശാഖയാണ് ലഷ്കർ-ഇ തോയ്ബിയേക്കാളും ISISനേക്കാളും ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം ഈ രാജ്യത്തെ ശാഖയാണ്. അങ്ങനെ ശാഖയാണ് തീവ്രവാദ പ്രസ്ഥാനമെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്ന് വിളിക്കേണ്ടി വരും നമുക്ക്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാർ ഭാരതത്തിന്റെ വികലമായ സങ്കല്പങ്ങളെ മാത്രം വരച്ചു ചേർത്ത വിചാരധാര ഒരു തവണയെങ്കിലും വായിച്ചിരുന്നു എങ്കിൽ അയോധ്യ കേസിൽ ആ വിധി പറയില്ലായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. വായിക്കണം വിചാരധാര. ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ ജീവചരിത്രമുണ്ട്. അതെല്ലായിടത്തും കിട്ടും, വായിച്ചു നോക്കണം. അതില് ഈ സവർക്കറുമായി ഈ ഹെഡ്ഗേവാർ ഒരു ബന്ധം പുലർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നത്? ഒരു തോക്ക് കൊടുത്തിട്ടാണ് ബന്ധം പുലർത്തുന്നത്. ഒരു തോക്ക് സമ്മാനമായി കൊടുത്തു സവർക്കർക്ക്. എന്നിട്ട് അതിലൊരു രസകരമായ ഒരു അനുഭവം പറയുന്നുണ്ട് ആ ബുക്കിൽ. ശേഷാദ്രി എഴുതിയ പുസ്തക, RSSന്റെ രണ്ടാമത്തെ സഹസർക്കാര്യവാഹ് HJ ശേഷാദ്രിജി എഴുതിയ ഹെഡ്ഗേവാറിന്റെ ജീവചരിത്രത്തിൽ 33-ാമത്തെ പേജിൽ ഒരു ചെറിയ കഥ പറയുന്നുണ്ട്. എന്താ കഥ എന്നറിയാം? RSSന്റെ ശാഖ നാഗപ്പൂരിൽ ആരംഭിച്ചു. 7 ദിവസം കഴിഞ്ഞു. 15 ആളുകൾ മാത്രമേ ആ ശാഖയിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ശാഖയിൽ ഒരു തീരുമാനമെടുത്തതിന്റെ ഭാഗമായി, എന്താ തീരുമാനം ഒന്നും പറയുന്നില്ല, അവിടെ ഒരു കലാപം വന്നു. എങ്ങനെയാ കലാപം? ഒരു പള്ളിയിൽ, ആ പള്ളിന്റെ മുകളിൽ ഓം എന്ന് വരച്ചു. ഇതുവരെ അങ്ങനെ ഒരു വര അവിടെ ഉണ്ടായിട്ടില്ല. ഒരു മുസ്ലിം പള്ളിയിൽ ഓം എന്ന് വരച്ചു. അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അവിടുത്തെ ബ്രാഹ്മൺസായ ഹിന്ദുക്കൾ, നോക്കണം, ബ്രാഹ്മൺസായ ഹിന്ദുക്കൾ, അവർക്ക് ആയോധന കലയൊന്നും പരിചയമില്ല. അവര് പൂജാവിധികൾ മാത്രം അറിയുന്ന ആളുകളാണ്. അവരോടി ഹെഡ്ഗേവാറിന്റെ ശാഖയിലേക്ക് വന്നു. ശാഖയിൽ വന്നപ്പോ ഹെഡ്ഗേവാർ പറഞ്ഞു, ഞങ്ങൾ 15 ആളേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ഇത്രയും ആളുകളില്ലേ? ഞങ്ങൾക്കെല്ലാവരും ഒരുമിച്ച് കൂടി എങ്ങനെ ദണ്ഡ ഉപയോഗിക്കാം, എങ്ങനെ വാൾ ഉപയോഗിക്കാം, എങ്ങനെ ചുരുകി ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ചു തരാം. അവരെ ഒരു ദിവസത്തെ ശാഖയിൽ പഠിപ്പിച്ചു. ശേഷം അവിടെ നടന്ന കലാപത്തിൽ
15ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടുത്തെ മുസ്ലിം സമൂഹത്തെ പൂർണ്ണമായും നാടുകടത്താൻ കഴിഞ്ഞു. നാഗ്പൂരിൽ ആ 1930 കാലഘട്ടത്തിൽ ഹെഡ്ഗേവാറിന്റെ പുസ്തകത്തിൽ പറയുന്നതാണ്. അപ്പൊ എന്താണ് ഹെഡ്ഗേവാറിന്റെ ഉദ്ദേശം, എന്താണ് നരേന്ദ്രമോദിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ലേ? ഇതാണ് ഓരോ സ്വയം സേവകനും ചിന്തിക്കുന്ന ബോധതലം. ഇതാണ് ഓരോ സ്വയം സേവകനും ഉയർത്തുന്ന ചിന്താധാര. ഇതാണ്. അതല്ലേ RSSന്റെ ഗണഗീതമുണ്ട്. എല്ലാ ശാഖയിലും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കൂട്ടമായി ചൊല്ലുന്ന പാട്ടിനെയാണ് ഗണഗീതം എന്ന് പറയുക. ഹിന്ദുരാഷ്ട്ര സംഘടകം സുജനവന്ദനീയം. ഇത് ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാക്കുക. എങ്ങനെയുള്ള ഹിന്ദുരാഷ്ട്രം? ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിങ്ങളില്ലാതെ, ക്രിസ്ത്യാനികളില്ലാതെ, കമ്മ്യൂണിസ്റ്റുകാരില്ലാതെ ഒരു ഹിന്ദുരാഷ്ട്രത്തെ സൃഷ്ടിക്കുക. ഇത് മാത്രമാണ് ഓരോ സ്വയം സേവകന്റെയും ലക്ഷ്യം. വ്യക്തമായ പാഠ്യപദ്ധതിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ അടുത്തുണ്ട് പാഠ്യപദ്ധതി. RSSന്റെ പാഠ്യപദ്ധതി എൻ്റെ അടുത്തുണ്ട്, ഞാൻ തരാം. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ 18 നിർദ്ദേശങ്ങളുണ്ട്. ആ 18 നിർദ്ദേശങ്ങളിൽ ഒന്നാമത്തെ നിർദ്ദേശം എന്താണെന്നറിയാം? ഒന്നാമത്തെ നിർദ്ദേശം, എതിരാളിക്ക് അവസരം കൊടുക്കാതെ അങ്ങോട്ട് ആക്രമിക്കുക. അതിൽ പറയുന്ന ഒന്നാമത്തെ നിർദ്ദേശം അതാണ്. എതിരാളിക്ക് അവസരം കൊടുക്കാതെ അങ്ങോട്ട് ആക്രമിക്കുക. ബുദ്ധിപൂർവം തെരഞ്ഞെടുക്കുക. ബുദ്ധിപൂർവം തെരഞ്ഞെടുക്കുക ആക്രമണം. നിങ്ങൾ ഡൽഹി ഈ അടുത്ത് നടന്ന പൗരത്വ നിയമത്തിനെതിരായ സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഡൽഹി പോലീസുകാരെല്ലാം നിൽക്കുന്ന സമയത്ത് ഒരു സ്വയം സേവകൻ തോക്കുമായി വന്ന് ജയ് ശ്രീരാം വന്ദേ മാതരം എന്ന് വിളിച്ചുകൊണ്ട് വെടിയുതിർത്തു. ഒരൊറ്റ പോലീസുകാരനും പിടിച്ചു വെച്ചില്ല. കാരണം എന്താ? RSSകാരനായിരുന്നു. പിടിച്ചു വെച്ചില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതൊരു അബ്ദുൾ റസാഖോ അല്ലെങ്കിൽ ലത്തീഫോ അബ്ദുൾ സമദോ അങ്ങനെ ഏതെങ്കിലും ഒരു നാമധാരി ആയിരുന്നു എങ്കിൽ അദ്ദേഹം ISISന്റെ ട്രെയിനിങ് കഴിഞ്ഞവനോ ലഷ്കർ-ഇ തോയ്ബയുടെ സ്വന്തമാണോ എന്ന് പറഞ്ഞ് അയാളെ തീവ്രവാദിയായി UAPA നിയമപ്രകാരം അടക്കുമായിരുന്നില്ല ഇവർ. അപ്പൊ അതാണ് പറഞ്ഞത്, വ്യക്തമായൊരു പ്ലാനിങ്, വ്യക്തമായൊരു ആസൂത്രണം RSSനുണ്ട്. എത്ര ആളുകളെ ഇവിടെ മരിച്ച്. ഇപ്പൊ എനിക്കൊക്കെ ഭീഷണിയുണ്ട്, എന്റെ ഭാര്യയ്ക്ക് പോലും ഭീഷണിയുണ്ട്. ഞങ്ങളൊക്കെ ഇതാ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ട ആളുകളുടെ കൂടിയാ നടക്കുന്നത്. ഗവൺമെന്റിനെ വേണ്ടെന്ന് പറഞ്ഞു. എന്റെ ഭാര്യനെ വരെ വിളിച്ചിട്ട് കഴുത്തറുത്ത് കൊല്ലും, ചിഹ്ന ഭിന്നമാക്കുന്നൊക്കെ RSSകാര് പറയുന്നത്. കൽബുർഗിയെ കൊന്നു, നരേന്ദ്ര ദാബോൽക്കറെ കൊന്നു, ഗൗരി ലങ്കേഷിനെ കൊന്നു. എത്ര ആളുകളെയാ ഇവര് കൊന്ന്? എന്തിന്റെ പേരില്ല? മിണ്ടിയതിന്റെ പേരിൽ. കൽബുർഗിയെ കൊന്നത് എന്തിനാ? രാമനെതിരായി സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ രാമായണം വായിച്ചിട്ടുണ്ടോ? വാൽമീകിയുടെ രാമായണം എടുത്ത് വായിക്കണം. എഴുത്തച്ഛന്റെ രാമായണമല്ല, വാൽമീകിയുടെ രാമായണം. സംസ്കൃതത്തിൽ വേണേ ഞാൻ പറഞ്ഞുതരാത്. വാൽമീകിയുടെ രാമായണത്തിൽ രാവണനെ നിഗ്രഹിച്ച് വിഭീഷണന് രാജ്യം വിട്ടുകൊടുത്ത് വിജയശ്രീലാളിതനായി വരുന്ന ശ്രീരാമന് അയോധ്യയിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. യുവരാജാവായി അഭിഷേകം ചെയ്ത ആ ചടങ്ങിൽ 10,000-കണക്കിന് ആളുകൾ വന്ന ആ ചടങ്ങിൽ എല്ലാവരും ഇങ്ങനെ രാമനാമം ഉച്ചരിക്കുന്ന ആ ചടങ്ങിലേക്ക് ഒരു വന്ധ്യവയോധികൻ കടന്നു വന്നു. എന്നിട്ട് ആ വന്ധ്യവയോധികൻ ആ 2 കൈയും ഇങ്ങനെ ഉയർത്തി ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, നിർത്തൂ ഈ രാമമന്ത്രം. എല്ലാവരും നിർത്തി. അതേതാ കാലം നിങ്ങൾ ആലോചിച്ച് നോക്കിയ. അദ്ദേഹം രാമൻ ഇരിക്കുന്ന സിംഹാസനത്തിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് രാമനെ ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട്, വാൽമീകി എഴുതിയ രാമായണത്തിലാ, രാമനെ ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു, ഹേ മനുഷ്യ, നിങ്ങൾ ദൈവമല്ല, നിങ്ങൾ കേവലം ഒരു മനുഷ്യനാണ്. ഈ രാമമന്ത്രം ഇവിടെ വിളിക്കാൻ പാടില്ല എന്ന് ആജ്ഞാപിച്ചു ആ വന്ധ്യവയോധികൻ. കൊല്ലാമായിരുന്നില്ലേ? അമിത്ഷയോ നരേന്ദ്രമോദിയോ ആയിരുന്നെങ്കിൽ ആ വൃദ്ധനെ കൊല്ലുമായിരുന്നില്ലേ? ആ വൃദ്ധനെ രാമൻ അടുത്തേക്ക് വിളിച്ചു. ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് രാമൻ പറഞ്ഞു, നിങ്ങൾ മുനിയല്ല മഹർഷിയാണ് എന്ന് പറഞ്ഞു. വെറും LP സ്കൂൾ അധ്യാപകനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയതുപോലെയാണ് മുനിയിൽ നിന്ന് മഹർഷിയിലേക്കുള്ള പരിവർത്തനം. ഇതാണ് ഭാരതത്തിന്റെ ബഹുസ്വരത. നിങ്ങൾ സംസാരിക്കൂ, ഞങ്ങൾ കേൾക്കാം. അതാണ് ഭാഗവതം പറയുന്നത്, അതാണ് മഹാഭാരതം. കഥ പറയുകയാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു, ഞാൻ ഉത്തരം പറയുന്നു.
നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു, ഞാൻ ഉത്തരം പറയുന്നു. പാർവതി പരമേശ്വര സംവാദമാണ് രാമായണം. നിങ്ങൾ ചോദ്യം ചോദിക്കുക, ഞങ്ങൾ പറയുക. അതാണ് ഭാരതീയ സനാതന ധർമ്മം, അതാണ് ഭാരതത്തിന്റെ നിഷ്ഠ. ഇതിനെയെല്ലാം കാറ്റിൽ പകർത്തി ഹിറ്റ്ലറുടെ സ്വഭാവത്തോടുകൂടി ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും വകവരുത്തി ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം സ്വപ്നം കാണുന്ന സ്വയം സേവകരോട് ഞങ്ങൾക്ക് പറയാനുണ്ട്, നിങ്ങൾക്കും ഹിറ്റ്ലറുടെ അതേ അവസ്ഥയായിരിക്കും. ഉടുമുണ്ടില്ലാതെ ഗുഹയിൽ പ്രവേശിച്ച ഒരു രാജാവിന്റെ കഥയില്ലേ, അതുപോലെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ. ക്രൈസ്തവ പുരോഹിതന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, അവർ അതിൽ വ്യക്തമായി പ്രതികരിച്ചിട്ടുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട്. ഞാൻ പറയട്ടെ, ഇത് മുസ്ലിങ്ങൾ മാത്രമേ പൗരത്വ നിയമത്തിലുള്ളൂ എങ്കിൽ അടുത്ത ഏകീകൃത സിവിൽ കോഡിൽ ക്രൈസ്തവരും ഉൾപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഈ 6 മാസത്തിനുള്ളിൽ അത് പാസാക്കുകയും ചെയ്യും, ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ്. അതുകൊണ്ട് ഒരു പഴയ സ്വയം സേവകൻ എന്ന നിലയിൽ ഇത് കേൾക്കുന്ന RSSകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പിണക്കങ്ങളെല്ലാം മാറ്റി നിങ്ങൾ ഒരു നല്ല മനുഷ്യനായി മാറുക എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആ കാട്ടാളത്വത്തിൽ നിന്ന്, നിങ്ങൾ ആ നരാധമത്വത്തിൽ നിന്ന്, നിങ്ങൾ പറയുന്ന ആ കാവിയില്ലേ, അത് നിസ്സംശതയുടെ പ്രതീകമാണ്, അതിൽ നിങ്ങൾ ഒഴിവാകണം. ഹിന്ദുവിന്റെ കോടി കാവിയല്ല. ഹിന്ദുവിന്റെ കോടി എവിടെയും കാവി പറയുന്നില്ല. കാവിയെക്കുറിച്ച് 3 സ്ഥലങ്ങളിലാണ് മഹാഭാരതത്തിലും രാമായണത്തിലും പരാമർശിക്കുന്നത്. രാമായണത്തിൽ സീതയെ തട്ടിക്കൊണ്ടുവരാൻ രാവണന് ഒരു വേഷം കൊടുക്കണം. വാൽമീകി ഒന്നും ചിന്തിച്ചില്ല, കാവിയാണ് കൊടുത്തത്. കാവി വേഷധാരിയായിട്ടാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത്. അതുപോലെ തന്നെ കർണന്റെ കവചകുണ്ടലം അടിച്ചു മാറ്റാൻ ഇന്ദ്രന് ഒരു വേഷം കൊടുക്കണം. വ്യാസൻ ഒന്നും ചിന്തിച്ചില്ല, കാവി തന്നെയാണ് അടിച്ചു മാറ്റാൻ തക്കതായ വേഷം, അതുകൊണ്ട് കാവിയാണ് കൊടുത്തത്. സർവനാശ്വാസത്തിന്റെയും ദുരാചാരത്തിന്റെയും മാത്രം പ്രതീകമായ കാവി എങ്ങനെയാണ് ഭാരതീയ ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ ചിത്രമാകുന്നത്? എങ്ങനെയാണ്? വെല്ലുവിളികളോടെ പറയുകയാണ്. നിങ്ങൾക്ക് വെല്ലുവിളിക്കാം, നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. പറയൂ, എവിടെയാണ് ഹിന്ദുവുള്ളത്? ഹിമാലയം സമാരഭ്യ യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രശിഷ്യതേ. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഹിന്ദു സരോവരം വരെ നിൽക്കുന്ന, ജീവിക്കുന്ന എല്ലാ ആളുകളെയും, അത് ഇസ്ലാമുണ്ട്, ക്രൈസ്തവനുണ്ട്, ജൂതനുണ്ട്, പാഴ്സിയുണ്ട്, എല്ലാവരുമുണ്ട്, എല്ലാവരെയും ഹിന്ദു എന്ന് വിളിക്കുന്നു. ഹിന്ദു എന്ന 2 പദത്തിന്റെ അർത്ഥം ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നവൻ, പ്രകാശത്തെ സൃഷ്ടിക്കുന്നവൻ, അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവൻ എന്നാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇനിയും പ്രഭാഷകരുണ്ട് ഈ വേദിയിൽ. ഞങ്ങളൊക്കെ എത്ര കാലം ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെയൊക്കെ കൊല്ലാനുള്ള ആയുധങ്ങൾ RSS പണിപ്പുരയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾക്ക്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ജനിച്ചവന് മരണം സുനിശ്ചിതം. ഈ ലോകത്ത് ആരെവിടെ ജനിച്ചിട്ടുണ്ടോ അതിന് മരണം നിശ്ചയമാണ്. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ ഇല്ലാതാക്കാൻ വരുന്ന RSSകാരനും ഈ ബോധ്യം ഉണ്ടാകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ അവസാന ശ്വാസം വരെ ഈ രാക്ഷസീയതയ്ക്കെതിരെ, ഈ കാട്ടാളത്വത്തിനെതിരെ എന്നും എപ്പോഴും ശബ്ദിച്ചു കൊണ്ടേയിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ.